ഹായ്, നമ്മൾ ഹിന്ദി ആദ്യത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഒരു ലഘുകഥയാണ്. ലഘുകഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നമ്മുടെ SSLC ഹിന്ദിയിലെ ആദ്യത്തെ ചാപ്റ്റർ. ഖിഡ്കി എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് വരുന്നത്. ഖിഡ്കി എന്ന് പറഞ്ഞാൽ വിൻഡോ അല്ലെങ്കിൽ ജനാല എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. ഇത് എഴുതിയിട്ടുള്ള ലേഖക് എന്ന് പറയുന്നത് അഞ്ജു ഖർബന്ദയാണ് എഴുതിയിട്ടുള്ളത്. അഞ്ജു ഖർബന്ദ എഴുതിയിട്ടുള്ള ഖിഡ്കി എന്ന് പറയുന്ന ലഘുകഥയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഹിന്ദിയിലെ ആദ്യത്തെ ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഖിഡ്കി ജനലാണ്. മേ ബി ഇത് ഒരു വീടിന്റെ ജനലായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എന്തിനെങ്കിലൊക്കെ ഒരു ജനലായിരിക്കാം. അപ്പോൾ നോക്കാം, നമുക്കിവിടെ ഒരു ചിത്രം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ട്രെയിനിന്റെ പിക്ചറാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റും ഇത് ചിലപ്പോൾ ഒരു ട്രെയിനിന്റെ വിൻഡോനെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കും ഇവിടെ പറയുന്നുണ്ടാവുക. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ ഓരോ സെന്റൻസ് വൈസ് നമുക്ക് ആ പാഠഭാഗം ഒന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ, ഞാനൊന്ന് വായിക്കാം, അതിന്റെ കൂടെ അർത്ഥം കൂടി പറഞ്ഞു പോവാട്ടാ. ഓക്കെ, ഹോഷിയാർപൂർ സെ ഷാദി കാ ബുലാവ ആയതാ. ഹോഷിയാർപൂർ സെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോഷിയാർപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന്, ഓക്കെ, സെ എന്ന് പറഞ്ഞാൽ എ നിന്ന്, ഓക്കെ, ഹോഷിയാർപുരത്തിൽ നിന്ന്, ഹോഷിയാർപുരം എന്ന് പറയുന്ന ആ സ്ഥലത്ത് നിന്ന്, ഷാദി ഖ കല്യാണത്തിന്റെ, ഷാദി കല്യാണം, ഷാദി ഖ കല്യാണത്തിന്റെ, ബുലാവ ആയ ധ എന്ന് പറഞ്ഞാൽ, ബുലാവ എന്ന് പറഞ്ഞാൽ ക്ഷണം, ക്ഷണം വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഹോഷിയാർപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കല്യാണത്തിന്റെ ക്ഷണം വന്നിട്ടുണ്ടായിരുന്നു. ആരോ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ട്രെയിൻ സെ ജാന തയ് ഹുവ. അപ്പൊ ട്രെയിനിൽ പോകുവാൻ തീരുമാനിച്ചു. ട്രെയിൻ സെ ട്രെയിനിൽ, ജാന പോകുവാൻ, തയ് ഹുവ ഡിസൈഡ് ചെയ്തു, തീരുമാനിച്ചു. സർദി ഹൽക്കി ഹൽക്കി ദസ്തക് ദേനെ ലഗി ദി. സർദി കോൾഡ്, തണുപ്പ്, ഹൽക്കി ഹൽക്കി കുറേശ്ശെ കുറേശ്ശെ ആയിട്ട്, ദസ്തക് ദേനെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു, ദസ്തക് ദേനെ ലഗീധി അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അപ്പൊ സർദി തണുപ്പ്, ഹൽക്കി ഹൽക്കി കുറേശ്ശെ കുറേശ്ശെ, ദസ്തക് ദേനെ ലഗീധി കുറേശ്ശെ കുറേശ്ശെ തണുപ്പൊക്കെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഇസ്ലിയെ അതുകൊണ്ട്, ഇസ്ലിയെ പറഞ്ഞാൽ അതുകൊണ്ട്, നമ്മൾ ഹിന്ദി എക്സാമിന് എഴുതുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഇസ്ലിയെ, ലേക്കിൻ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള വേർഡുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഓക്കെ, ഇസ്ലിയെ അതുകൊണ്ട്, സോച്ച അതുകൊണ്ട് ചിന്തിച്ചു, അതുകൊണ്ട് ഇങ്ങനെ വിചാരിച്ചു. എന്താ വിചാരിച്ചേ? ചലോ എന്തായാലും ഇപ്രാവശ്യം, ഇപ്രാവശ്യം ഇസ് ബാർ AC കെ ബജായ്, AC കെ ബജായ് എന്ന് വെച്ച് കഴിഞ്ഞാൽ AC ഒഴിവാക്കിയിട്ട്. അപ്പൊ സാധാരണ ഇവര് യാത്ര ചെയ്യാറ് AC-യിലായിരിക്കാം. AC കെ ബജായ് ജനറൽ കോച്ച് സെ സഫർ, AC ഒഴിവാക്കിയിട്ട് ജനറൽ കോച്ച്, അതായത് സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ പോകുന്ന ജനറൽ കോച്ച് സെ, ജനറൽ കോച്ചിൽ സഫർ ക ആനന്ദ് ലിയ ജായേ. സഫർ എന്ന് പറഞ്ഞ യാത്ര. അപ്പോൾ നേരത്തെ പറഞ്ഞു സർദി, തണുപ്പുണ്ട്, കുറച്ച് കുറച്ച്, ഹൽക്കി ഹൽക്കി സർദി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്തു, നമുക്ക് AC വേണ്ട, AC കോച്ചിലാണ് നമ്മൾ പോവാറ്, AC വേണ്ട, ഇപ്രാവശ്യം നമുക്ക് തണുപ്പായതുകൊണ്ട് തന്നെ ജനറലിൽ പോവാം, അല്ലെങ്കിൽ ജനറലിൽ പോയിട്ട് ജനറലിൽ യാത്ര ചെയ്തിട്ട് അതിൻ്റെ ഒരു ആനന്ദം നുകരാം എന്ന് വിചാരിച്ചു. പെഹലെ ആദ്യം, ബീവി ബച്ചെ ജനറൽ സെ ജാനെ പർ കുച്ച് നാരാസ് ഹുയേ. പെഹലെ എന്ന് പറഞ്ഞാൽ മുൻപ്, ബീവി എന്ന് വെച്ചാൽ ഭാര്യയും അതുപോലെ തന്നെ കുട്ടികളുണ്ട്. ജനറൽ കോച്ചിൽ പോകാനായിട്ട് കുച്ച് നാരാസ് ഹുയെ, അവർ കുറച്ച് മടിച്ചു, അല്ലെങ്കിൽ അവർക്ക് ദേഷ്യം പിടിച്ചു, അവർ സമ്മതിച്ചില്ല, അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ജനറൽ കോച്ചിൽ പോകാനായിട്ട്. ബിക്കോസ് അവർക്ക് താല്പര്യം എന്തിലാണ്? AC കോച്ചിൽ പോകാനായിട്ടാണ്. അപ്പോൾ നമുക്കാണെങ്കിലും കുറച്ച് പൈസയൊക്കെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി AC കോച്ചിൽ പോയി ശീലിച്ചിട്ടുള്ള ആളുകൾക്ക് AC കോച്ചിൽ പോകാൻ തന്നെയായിരിക്കും താല്പര്യം ഉണ്ടാവുക. ജനറലാണെന്നുണ്ടെങ്കിൽ കുറേ ആളുകൾ, സാധനങ്ങൾ വിൽക്കുന്ന ആളുകൾ, തിക്കും തിരക്കും ഭയങ്കര ബഹളമൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ജനറൽ കോച്ചിൽ പോകാനായിട്ട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവര് സമ്മതിച്ചില്ല. പർ ഫിർ തോടി നാ നുഖൂർ കെ ബാദ് മാൻ ഗയേ. പർ ഫിർ തോടി നാ നുഖൂർ, കുറച്ചൊക്കെ വിസമ്മതിച്ചെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓക്കെ എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ, അവർ സമ്മതിച്ചു. മാൻ ഗയേ, സമ്മതിച്ചു. ഓക്കെ, ദില്ലി സെ, ദില്ലിയിലേക്ക്, ദില്ലി സെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദില്ലിയിലേക്ക്, ലഗ്ഭഗ് ഏകദേശം, 8 ഘണ്ടേ എന്ന് പറഞ്ഞാൽ 8 നമുക്കറിയാം 8 മണിക്കൂറത്തെ, 8 ഘണ്ടേ കാ സഫർ, 8 മണിക്കൂറത്തെ സഫർ ഉണ്ട്. സഫർ നമ്മൾ നേരത്തെ പറഞ്ഞു, സഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്ര എന്നാണ്. അപ്പോൾ എന്ത് പറഞ്ഞു? ദില്ലിയിലേക്ക്, ദില്ലി സെ ലഗ്ഭഗ്, ദില്ലിയിലോട്ട് ഏകദേശം 8 ഘണ്ടേ കാ സഫർ, 8 മണിക്കൂറിന്റെ യാത്രയുണ്ട്. സീറ്റ് ബുക്ക് ദി, സീറ്റ് ബുക്ക് ദി, സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല, സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. തോ അതുകൊണ്ട് സിയാദ പരേഷാനി നെഹിം ഹുയി, അപ്പൊ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. പരേഷാനി മീൻസ് ബുദ്ധിമുട്ടുകൾ. അപ്പോൾ സീറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. ഓക്കെ, ബച്ചോംനെ കുട്ടികൾ, ജഡ് പെട്ടെന്ന്, ഗിഡ്കി വാലി എന്ന് പറഞ്ഞാൽ വിൻഡോ സൈഡിലുള്ള ഗിഡ്കി വാലി, സീറ്റ് ജപ്പഡ്ലി
ആ കുട്ടികൾ പെട്ടെന്ന് തന്നെ വിൻഡോ സൈഡിലുള്ള സീറ്റ് പിടിച്ചു. ഓക്കെ, അവർ കയ്യേറി, ആ സീറ്റ് കയ്യേറി. സാരാ സാമാൻ, എല്ലാ സാധനങ്ങളും. സാര മീൻസ് എല്ലാ സാധനങ്ങളും. നമ്മൾ പറയില്ലേ സാരേ ജഹാം സെ അച്ഛ എന്നൊക്കെ പറയാറില്ലേ. സാര മീൻസ് മുഴുവൻ, സമാൻ സാധനങ്ങളും. സെറ്റ് കർ, സെറ്റ് കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ചെയ്തിട്ട്. സെറ്റ് എന്നുള്ളത് ഒരു ഇംഗ്ലീഷ് വേർഡാണ്. ആ ഇംഗ്ലീഷ് വേർഡ് തന്നെ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ട്രെയിൻ എന്നുള്ള ഇംഗ്ലീഷ് വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഹിന്ദിയിൽ പറയുന്ന റെയിൽ ഗാഡി എന്നാണ്, പക്ഷെ ട്രെയിൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇവിടെ സെറ്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കുകളെല്ലാം അതേപോലെ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാരാ സാമാൻ, എല്ലാ സാധനങ്ങളും. സെറ്റ് ഖർ, സെറ്റ് ചെയ്തിട്ട്. മേം ഓർ പത്നി, ഞാനും എൻ്റെ ഭാര്യയും. ബാത്തോമേം, അതായത് സംസാരിക്കാനായിട്ട് തുടങ്ങി. ബാത്തോമേ മഷ്ഗൂൽ ഹോ ഗയേ എന്ന് പറഞ്ഞാൽ സംസാരത്തിൽ വ്യാപൃതരായി അല്ലെങ്കിൽ സംസാരത്തിൽ മുഴുകിയിരുന്നു, ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നു എന്നുള്ളതാണ് കേട്ടോ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത് പറയുന്നത് ഒരു ഭർത്താവാണ്. ഭർത്താവ് ഭാര്യയുമായും കുട്ടികളുമായിട്ടും എവിടേക്കാണ് പോകുന്നത്? ദില്ലിയിലോട്ടാണ് പോകുന്നത്. ദില്ലിയിൽ എന്തിനാണ് പോകുന്നത്? അവിടെ ഒരു ഷാദി ഉണ്ട്, കല്യാണം ഉണ്ട്. അപ്പോൾ ഏകദേശം 8 മണിക്കൂറത്തെ യാത്രയുണ്ട്. കുറച്ച് തണുപ്പായതുകൊണ്ട് ഇവർ AC കോച്ച് വേണ്ട, പകരം നമുക്ക് ജനറൽ കോച്ചിൽ പോകാൻ തീരുമാനിച്ചു. ആദ്യം ഭാര്യയും കുട്ടികളും പറഞ്ഞു സമ്മതിക്കില്ല, ഞങ്ങൾ വരില്ല എന്നൊക്കെ പറഞ്ഞു. കാരണം ജനറൽ കോച്ചിൽ പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ വിചാരിച്ചു ഓക്കെ അങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് പോയി. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. ഇനി അടുത്ത ഭാഗം നോക്കാം കേട്ടോ. അപ്പോൾ അടുത്ത ഭാഗത്തിൽ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഭാര്യയും ഭർത്താവും കുട്ടികളും ഒക്കെ ഇവിടെ ഉണ്ട്. വേറൊരു ലേഡി വരുന്നുണ്ട്, ഒരു ബാഗൊക്കെ ആയിട്ട് ഒരു ലേഡി വരുന്നുണ്ട്. അപ്പോൾ നോക്കാം. ദീദി, ദീദി എന്ന് പറഞ്ഞാൽ ചേച്ചി. ജമ്മു കി ഷാൾ ലേലോ, ജമ്മുവിലെ ഷാൾ വാങ്ങിക്കോളൂ. ജമ്മു കാശ്മീരിലത്തെ ഷാളാണ്, വാങ്ങിക്കോളൂ. അപ്പോൾ ഈ ഒരു ലേഡി എന്താണ്, ഇപ്പോൾ ഒരു വിളി കേട്ടു, ദീദി എന്ന് പറഞ്ഞ ചേച്ചി ജമ്മു കാശ്മീരിലത്തെ ഷോൾ കൊണ്ടിട്ടുണ്ട്, അത് മേടിച്ചോളൂ എന്നുള്ളതാണ് കേട്ടോ. ജമ്മു കി ഷോൾ ലേലോ, ലേലോ എന്ന് വെച്ചാൽ വാങ്ങൂ. ബഹുത്ത് ബഡിയ ഹേ, ഓക്കെ, ബഡ എന്ന് പറഞ്ഞ വലുതാണ്. ഇവിടെ ബഹുത്ത് ബഡിയ ഹേ എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാന്തരമാണ്, ഫസ്റ്റ് ക്ലാസ് ക്വാളിറ്റിയുള്ള നല്ല നല്ല അടിപൊളി ഷാളുകളാണ്, മേടിച്ചോളൂ. രംഗ് ബിരങ്കി ഷാലോം കാ ഭാരി ഗഡർ ഉഠായേ. രംഗ് ബിരങ്കി, പല നിറത്തിലുള്ള, ഒരുപാട് പല നിറത്തിലുള്ള ഷാലോം കി, ഷാളുകളുടെ, ഭാരി ഗഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരമുള്ള ബാഗ് അല്ലെങ്കിൽ സഞ്ചി, ഭാണ്ഡക്കെട്ട് എന്നൊക്കെ പറയാം. ഓക്കെ, ഉഠായേ പിടിച്ചുകൊണ്ട്. ഏക്, ഒരു. സാംലി സലോനി കജ്റാരി ആംഖോം വാലി, അതായത് കുറച്ച് കറുത്ത് ഇരുണ്ടിട്ടുള്ള, ഒരു കറുത്ത കണ്ണുകളോടൊക്കെ കൂടിയിട്ടുള്ള ഒരു യുവതി. ഓക്കെ, ഒരു സ്ത്രീ. പത്നി കോ ഇസ്രാർ കർണേ ലഗി, പത്നീനെ അല്ലെങ്കിൽ ഭാര്യനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നല്ല ഷോളാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ ഭാര്യനെ അത് വേടിപ്പിക്കാനായിട്ട് എന്ത് ചെയ്തു, ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. ഓക്കെ, ഇസ്രാർ കർണേ ലഗി. അപ്പോൾ ഡെഫിനറ്റ്ലി അങ്ങനെ ഭാര്യയ്ക്ക് അത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ, നമുക്ക് എന്ത് സാധനവും വാങ്ങാനായിട്ട് കുഞ്ഞൊരു താല്പര്യം നമ്മുടെ മനസ്സിൽ ഉടലെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചോദിക്കുക കിത്നെ കി ഹേ, എന്താ വില, എന്തുട്ടതിന് വില ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഠായ് സൗഖി, എത്ര പറഞ്ഞു? 250 രൂപയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ലേഡി ചോദിച്ചു, ഈ ഭാര്യ ചോദിച്ചു, ഇത്തി മഹങ്കി, ഇത്ര വിലയുണ്ടോ, 250 രൂപയുണ്ടോ ഷോളിന്? അപ്പോൾ തിരിച്ച് മറ്റേ ലേഡി പറഞ്ഞു, ആ വിൽക്കുന്ന ലേഡി ഉണ്ടല്ലോ, എന്താ പ്രത്യേകത പറഞ്ഞേ? പ്രത്യേകത ഇവിടെ കൊടുത്തിട്ടുള്ള നോക്കിക്കേ, എന്തൊക്കെയായിരുന്നു? സാംവലി സലോനി കജ്റാറി ആംഖോം വാലി എന്നൊക്കെ പറഞ്ഞില്ലേ. ഓക്കെ, കറുത്ത് ഇരുണ്ടിട്ടുള്ള നല്ല കണ്ണുകളോടൊക്കെ കൂടിയിട്ടുള്ള ഒരു സ്ത്രീ. അപ്പോൾ അത് പറഞ്ഞു ജ്യാദ പീസ് ലോഗി, ജ്യാദ കൂടുതൽ പീസ് ലോഗി വാങ്ങുകയാണെങ്കിൽ, കൂടുതൽ പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തോ കം കർ ദൂങ്കി, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, പൈസ കുറച്ച് തരാം. അപ്പോൾ നമ്മുടെ പത്നി ചോദിച്ചു മുझे ദുഖാൻ ഖോൽനി ഹെ ക്യാ, മുझे ദുഖാൻ, മുझे എനിക്ക്, ദുഖാൻ കട ഷോപ്പ്, ഖോൽനി ഹെ ക്യാ എനിക്ക് ഷോപ്പ് തുറക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ടാണോ, ഇത്രയും കുറേ പീസ് എടുക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ച് തരാമെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ഷോപ്പിലെന്ന് തുടങ്ങാൻ പോവുക എന്ന് ചോദിച്ചു. ഓക്കെ, അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു ലേലോനാ, മേടിക്കുന്നേ, ബഹനോം ഓർ ഭായിയോം, ഭായിയല്ല ഭാബിയോം കെ ലേ, അതായത് പെങ്ങമാരും പിന്നെ മരുമക്കളും അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവല്ലോ, ഭാബിമാരും അവരൊക്കെ ഉണ്ടാവല്ലോ, അവർക്ക് ഒക്കെ കൊടുക്കാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഞാൻ എന്ന് പറയുന്നത് ഭർത്താവാണ് കേട്ടോ. ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ ഭാര്യ ഇങ്ങനെ സംസാരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു മേംനെ പത്നിക്കോ ഇഷാര കിയ, ഞാൻ ഭാര്യനോട് വേണ്ട എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ പറഞ്ഞു. തോ ഉസ്നെ, പക്ഷെ അവൾ എന്താ ചെയ്തേ, ആംഖേം കണ്ണുകൾ കൊണ്ട്, തരേർക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണുകൾ തുറപ്പിച്ചുകൊണ്ട്, മുझे ചുപ് രഹ്നേക്ക സംഖ്യ ദിയ, എന്നോട് മിണ്ടാതിരിക്കാനായിട്ട് ആക്ഷൻ കാണിച്ചു, അല്ലെങ്കിൽ ഒരു സിഗ്നൽ ഒന്നും മിണ്ടാതിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആക്ഷൻ കാണിച്ചു, കണ്ണുകൊണ്ട് കണ്ണു തുറപ്പിച്ചിട്ടെന്ന് പറഞ്ഞു. ഓക്കെ, എന്നിട്ട് നമ്മുടെ പത്നി നമ്മുടെ ആ ഒരു സാംവലി സലോനി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, അതായത് ആ സ്ത്രീനോട് പറഞ്ഞു, എന്താ പറഞ്ഞേ, അച്ഛാ ആയിക്കോട്ടെ,
5 पीस लूं तो कितने के दोगी എന്ന് പറഞ്ഞു. അതായത് 5 പീസ് 5 പീസ് എടുക്കുകയാണെങ്കിൽ എത്ര രൂപയ്ക്ക് തരും എന്ന് ചോദിച്ചു. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു 200 रुपये पर पीस लेने दीदी. അപ്പോൾ പറഞ്ഞു 200 രൂപയ്ക്ക് ഒരു പീസിന് 200 രൂപയായിട്ട് തരാം എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ പത്നി പറഞ്ഞു അയ്യോ അത് പറ്റില്ല. 100 रुपये पर पीस, 100 രൂപ ഒരു പീസിന് 100 രൂപ. ശരിക്കും എത്ര രൂപയായിരുന്നു? 250 രൂപയായിരുന്നു. 250 രൂപയാണ് ഷോളിനായിരുന്നേ. അപ്പോൾ ഇവർ പറഞ്ഞു 250 രൂപ ജ്യാദാ ഹെ, കുറെ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, കുറച്ചിട്ട് തരാം. അപ്പോൾ ഇവർ പറഞ്ഞു കൂടുതൽ പീസ് എടുക്കുകയാണെങ്കിൽ കുറച്ച് തരാം. അപ്പോൾ പത്നി ചോദിച്ചു 5 പീസ് എടുക്കുകയാണെങ്കിൽ എത്ര രൂപയ്ക്ക് തരും? അപ്പോൾ ആ ലേഡി പറഞ്ഞു ഞാനൊരു 150 രൂപയ്ക്ക് തരാം. ഓക്കെ, 150 അല്ല 200 രൂപയ്ക്ക് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവള് പറഞ്ഞു 200 പറ്റില്ല, 100-നാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു ദീദി ചേച്ചി 100 तो बहुत कम है, 100 രൂപ ഭയങ്കര കുറവാണ്. കാരണം 250 രൂപയുടെ സാധനമല്ലേ, 100 രൂപ എന്ന് പറയുമ്പോൾ വലിയ കുറവല്ലേ, ഭയങ്കര കുറവാണ്. कहते हुए उसका गला रूद गया और उसकी कचरारी आंखें भर आई. അതായത് അപ്പോൾ പറഞ്ഞു 100 രൂപ വളരെ ചേച്ചി 100 രൂപ വളരെ കുറവാണ് എന്ന് പറഞ്ഞിട്ട് ഇവൾക്ക് കണ്ണിൽ നിന്ന് ചെറുതായിട്ട് കരച്ചിൽ വരാൻ തുടങ്ങി, നനവ് വരാൻ തുടങ്ങി. അപ്പോൾ ഇത് കണ്ടപ്പോൾ നമ്മുടെ പത്നിക്ക് കുറച്ചൊരു വിഷമമായി. അപ്പോൾ പത്നി പറഞ്ഞു ഓക്കെ ചെന്ന് വെച്ചാൽ പോട്ടെ, ന തേരി ന മേരി, നിനക്കുമില്ല എനിക്കുമില്ല, അതായത് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. 150 per പീസ്, 150 രൂപ ഒരു പീസിന് 150 രൂപ. 250 രൂപയാണ് നീ പറഞ്ഞേ, ഞാൻ പറഞ്ഞു എന്താ 200 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. നീ 5 പീസ് എടുക്കുകയാണെങ്കിൽ 200 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് 100 രൂപയ്ക്കാണെങ്കിൽ എനിക്ക് മതി എന്ന് പറഞ്ഞു. അപ്പോൾ നീ പറഞ്ഞു 100 പറ്റില്ല, നീ പറഞ്ഞത് വേണ്ട, നീ 200 പറഞ്ഞ് ഞാൻ 100 പറഞ്ഞു, അത് വേണ്ട, നമുക്ക് 150 ഉറപ്പിക്കാന്ന് പറഞ്ഞു. അപ്പോൾ കുച്ച് ഓക്കെ അച്ഛാ ദീദി, ഓക്കെ ദീദി, ഓക്കെ ചേച്ചി, ടീക്കെ, ഓക്കെ അങ്ങനെ ചെയ്യാം. ലോ ഇതാ രംഗ് പസന്ദ് കർലോ, അതായത് ഇഷ്ടമുള്ള കളേഴ്സ് നോക്കിയിട്ട് എടുത്തോളൂ. 5 എണ്ണല്ലേ പറഞ്ഞിട്ടുള്ള, ഇഷ്ടമുള്ള കളേഴ്സ് നോക്കിയിട്ട് എടുത്തോളൂ പറഞ്ഞു. കുച്ച് സോച്ചത്തെ ഹുയേ, കുറച്ച് ആലോചിച്ചുകൊണ്ട്. അപ്പോൾ ഈ സ്ത്രീ കുറച്ച് ആലോചിച്ചു, 250 രൂപയുടെ സാധനമാണ്, ഇങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ ലാഭം കുറവാണ്, എന്നാലും കുഴപ്പമില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കുച്ച് സോച്ചത്തെ ഹുയേ ഉസ്നെ കഹാ और गडर पत्नी के सामने സർഖാ ദിയ. എന്നിട്ട് ആ ഒരു ഭാണ്ഡക്കെട്ട് അല്ലെങ്കിൽ ബാഗ് നമ്മുടെ പത്നിയുടെ നേരേക്ക് നീക്കി വെച്ചു, ഇഷ്ടമുള്ളത് എടുത്തോളാൻ പറഞ്ഞിട്ട്. പത്നിനെ 5 ഷോളേം അലഗ് കർ ലീം ഓർ, അതായത് ഭാര്യ 5 ഷോള് എടുത്തിട്ട് മേരി ഓർ ദേഖ് എന്നെ നോക്കിയിട്ട് റുപ്പേ ദേനേക്ക ഇഷാറ കിയ, പൈസ കൊടുക്കാൻ സിഗ്നൽ കാണിച്ചു, പൈസ കൊടുക്കാൻ ആക്ഷൻ കാണിച്ചു, ആംഗ്യം കാണിച്ചു. മേനെ ജഡ്, ഞാൻ പെട്ടെന്ന് 750 രൂപ 750 रुपये നിക്കാൽക്കർ എടുത്തുകൊണ്ട് നിക്കാൽക്കർ ദേ ദിയെ കൊടുത്തു. ഉസ്കെ ജാനെ കെ ബാദ്, അങ്ങനെ ആ സ്ത്രീ പോയതിനു ശേഷം രാസ്തേ ഭർ, വഴിയിൽ നിന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ വഴിയിൽ നിന്നാണ്, അല്ലെങ്കിൽ യാത്രയിൽ, അല്ലെങ്കിൽ ആ ഒരു പോകുന്ന വഴിക്ക് വഴിയിൽ പത്നിക്ക് സുയി ഇസി ബാത് പർ അഡ്കി രഹി. അപ്പോൾ ഭാര്യയുടെ ചിന്ത ഈ കാര്യത്തിൽ തന്നെ വീണ്ടും ഇങ്ങനെ പറ്റി നിന്നു. ഈ കാര്യം ഇപ്പോൾ ഷോൾ മേടിച്ച കാര്യം എത്ര രൂപയ്ക്ക് മേടിച്ചു? 750 രൂപയ്ക്ക് 5 ഷോൾ മേടിച്ചിട്ടുണ്ട്. അതായത് പെർ പീസിന് 150, 300, 450, 600, 750 രൂപയ്ക്ക് സാധനം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഭാര്യ ഇതിങ്ങനെ ആലോചിച്ചുകൊണ്ട് 750 രൂപയ്ക്ക് ഷോൾ മേടിച്ചു. എന്നിട്ട് പറയാണ് വോ ഏക് ബാർ മേം ഹി ടേഡ് 100 മേം മാൻ ഗൈ. ഒറ്റ പ്രാവശ്യം പറഞ്ഞപ്പോൾ തന്നെ 150-ന് അവൾ ഓക്കെ പറഞ്ഞു. ഗൽത്തി ഹി, അതായത് തെച്ചു പറ്റിപ്പോയി. തോടാ തോൽ മോൽ ഓർ കർണ ചാഹിയത, കുറച്ചും കൂടി ഒന്ന് വില പേശാമായിരുന്നു. അപ്പോൾ ഒറ്റ പ്രാവശ്യം പറയുമ്പോൾ തന്നെ 150 രൂപയ്ക്ക് തന്നു, അങ്ങനെയാണ് കുറച്ചും കൂടി വില പേശണമെങ്കിൽ കുറച്ചും കൂടി കുറച്ച് തന്നിരുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ഭാര്യ ചിന്തിക്കുന്നത്. ഓർ മെരി സുയി, പക്ഷെ ഞാൻ എന്താ ചിന്തിക്കുന്നത്? അദീത് മേം ജാ അടുക്കിയതി. അപ്പൊ എൻ്റെ ചിന്ത എവിടെ അടുക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റി പിടിച്ചിരിക്കേണ്ട. എൻ്റെ ചിന്ത പറ്റി പിടിച്ചിരുന്നിരുന്നത് ഒരുപാട് വർഷം മുന്നേ എൻ്റെ അച്ഛൻ എന്ത് ചെയ്തിരുന്നു, ഇതേപോലെ തന്നെ റെയിൽ ഗാഡിയിൽ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ്, അതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എൻ്റെ ചിന്ത സുയി എന്ന് പറഞ്ഞ ചിന്തകളാണ് കേട്ടോ, ഓക്കെ, തോട്ട്സ് ആണ്. അപ്പോൾ ഒരുപാട് കാലം പുറകിലോട്ട് പോയി. എന്തായിരുന്നു എൻ്റെ ചിന്ത? എന്തായിരുന്നു? ബേട്ടി കോ ഘോൻ മേം ബിഠ, മകളെ മടിയിലിരുത്തിക്കൊണ്ട് റെയിൽ ഗാഡിക്ക് ഖിഡ്കി ജാഗ്ത, നമ്മുടെ ട്രെയിനിൻ്റെ വിൻഡോമിൽ ഇങ്ങനെ തലയൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്ത് നോക്കിക്കൊണ്ട് മേം സോച്ച് റഹാദ, ഞാൻ ആലോചിച്ചുകൊണ്ടേയിരുന്നു. എന്താ ആലോചിച്ചേ? മേരെ പിതാ ഭി, എൻ്റെ അച്ഛനും റെയിൽഗാഡി അതായത് ട്രെയിനിൽ സാമാൻ ബേച്ച് ജബ് തക്കേ ഹാരെ ഗർ ആത്തെ, സാധനങ്ങളൊക്കെ വിറ്റിട്ട് വളരെ ടയേർഡായിട്ടാണ് വീട്ടിൽ വരാറ്. തോ ആ സമയത്ത് ഉൻകി ആംഖോ മേം, അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലും
ബി വഹ് നമി തി, ഈ നനവ് ഇന്ന് ആ നനവ് ഉണ്ടായിരുന്നു. ഏത് നനവ? ജോ ആജ് ഉസ് യുവതിക്ക് ആങ്കോമേൻ ധി, അതായത് ഇന്ന് ആ സ്ത്രീയുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്ന അതേ നനവ് അന്ന് എൻ്റെ അച്ഛൻ റെയിൽ ഗാഡിയിൽ അല്ലെങ്കിൽ ട്രെയിനിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വിറ്റ് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വരുന്ന സമയത്ത് എൻ്റെ അച്ഛൻ്റെ കണ്ണിലും ഇതേ നനവ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ. ഇദ്ദേഹം ചെറുപ്പകാലത്ത് ഇദ്ദേഹത്തിന്റെ അച്ഛൻ വളരെ കഷ്ടപ്പെട്ട് ട്രെയിനിൽ സാധനങ്ങളൊക്കെ വിറ്റിട്ടാണ് ഇദ്ദേഹത്തിനെ നോക്കിയിരുന്നത്. അങ്ങനെ കുറെ കാലങ്ങളൊക്കെ കഴിഞ്ഞു, ഇദ്ദേഹം കല്യാണമൊക്കെ കഴിച്ചു, അത്യാവശ്യം പൈസ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും, മക്കളായി. AC കോച്ചിലൊക്കെയാണ് ട്രെയിനിലൊക്കെ യാത്ര ചെയ്തിരുന്നത്. പിന്നീട് ഒരു ദിവസം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ജനറൽ കോച്ചിൽ പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, അങ്ങനെ ജനറൽ കോച്ചിൽ പോകുന്ന സമയത്താണ് ഈ സാധനങ്ങളൊക്കെ വിൽക്കുന്നതൊക്കെ കണ്ടത്. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പോഴാൾ ചിന്തിക്കുന്നതാണ്, ഞാൻ അങ്ങനെയായിരുന്നു, എൻ്റെ അച്ഛനും ഇതേപോലെ തന്നെ സാധനങ്ങളൊക്കെ വിറ്റിരുന്നതാണ്. സോ ആ സ്ത്രീക്ക് ഉണ്ടായിട്ടുള്ള അതേ വിഷമം എൻ്റെ അച്ഛനും അന്ന് ഉണ്ടായിരിക്കാം. കാരണം കുറെ ആളുകൾ ഈ പറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങാതെ പൈസ കുറച്ചിട്ടൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരിക്കാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായല്ലോ? സോ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറി ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ ബീയിങ് വിത്ത് മീ. താങ്ക് യു.